പരിശുദ്ധാത്മാവിന്റെ സംസർഗവും എപ്പോഴും നിങ്ങളോടുകൂടെ. ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരി സഹോദരന്മാരെ, പ്രിയ മാതാപിതാക്കന്മാരെ, ഏറ്റവും സ്നേഹം നിറഞ്ഞ സുധേന്തിമാരെ, ഇന്ന് പരിശുദ്ധ കത്തോലിക്ക സഭ പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു കോണ്ടക്സ്റ്റിൽ നമ്മൾ ഏറ്റവും ശക്തനായിട്ടുള്ള ഒരു രക്തസാക്ഷിയായിട്ടുള്ള വിശുദ്ധന്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. വിശുദ്ധ സെബസ്ത്യാനോസ്. നമ്മുടെ മലയാളികളുടെ സ്ഥിരകളിൽ ഒഴുകി നടക്കുന്ന ചില വിശുദ്ധരുടെ നാമത്തോടൊപ്പം ഇഴുകിച്ചേരുന്ന ഒരു പദമാണ് വിശുദ്ധ സെബസ്ത്യാനോസ്. അസാധകാര്യങ്ങളുടെ മധ്യസ്ഥന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു വിശുദ്ധനാണ് വിശുദ്ധ സെബസ്ത്യാനോസ്. നമ്മുടെ കേരളത്തിലെ ഒരു യാത്ര ചെയ്യുമ്പോൾ ചില ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പള്ളികളെല്ലാം ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ചില വിശുദ്ധന്മാരുണ്ട്. അതിൽ മുൻ നിരയിൽ തന്നെ സ്ഥാനമുറപ്പിച്ചിരിക്കുന്ന വ്യക്തിയാണ്. അത് കാഞ്ഞൂർ പള്ളിയായാലും അർത്തിങ്കൽ പള്ളിയായാലും ചങ്ങനാശ്ശേരിയിലെ കത്തീഡ്രൽ പള്ളിയൊക്കെ ആയാൽ തന്നെയും വിശുദ്ധ സെബസ്ത്യാനോസിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഏറ്റവും അറിയപ്പെടുന്ന പള്ളികളിൽ ചിലതൊക്കെയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇനി മധ്യ കേരളത്തിലേക്ക് പോകുമ്പോൾ അമ്പ് തിരുനാള്, തിണ്ടി തിരുനാള്, അല്ലെങ്കിൽ ഉരുത്തോല തിരുനാൾ എന്നൊക്കെ പറയുന്ന പ്രത്യേകിച്ച് തൃശ്ശൂർ ഭാഗങ്ങളിലൊക്കെ വിശുദ്ധ സെബസ്ത്യാനോസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഈ ജനുവരി മാസങ്ങളിലൊക്കെ പല പള്ളികളിലായിട്ട് വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ അമ്പ് എഴുന്നള്ളത്ത് പെരുന്നാളൊക്കെ അവിടെ ഏറ്റവും ശക്തമായിട്ട് നടക്കുന്ന തിരുനാളുകളാണ്. നമുക്കെല്ലാവർക്കും ഈ തിരുനാള് ഏറ്റവും സന്തോഷമായിട്ട് ആഘോഷിക്കുവാനായിട്ട് ശ്രമിക്കാം. വിശുദ്ധ സെബസ്ത്യാനോസ് നമ്മളുടെ കാര്യങ്ങളിൽ തൊട്ടറിഞ്ഞ് ഈശോയോട് പ്രാർത്ഥിക്കുന്ന ഒരു വിശുദ്ധൻ. അദ്ദേഹത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും, പ്രത്യേകിച്ച് രോഗവുമായിട്ട് അസുഖങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, അതൊരു വസൂലി മാത്രമായിരിക്കണമെന്നില്ല, ഏത് രോഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ സംരക്ഷണം നമുക്കുണ്ടായിരിക്കും. ഈ ഒരു പ്രാർത്ഥനയോടുകൂടി നമ്മൾ ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ, ഈ തിരുനാളിന് മുന്നോടിയായിട്ട് നമ്മൾ നമ്മുടെ പ്രസിദ്ധന്മാരെ ആശീർവദിക്കുന്നു. അതിനോടൊപ്പം തന്നെ അനുതാപത്തിൻ്റെ ഗാനങ്ങളൊക്കെ ആലപിച്ച് നമ്മൾ നമ്മെ തന്നെ പൂർണ്ണമായിട്ട് ഒരുക്കി ഈ തിരുനാൾ കുർബാന നമുക്ക് സാഘോഷം കൊണ്ടാടാം. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ നിന്ന് നീതിമാന്മാരുടെ ആത്മാവ് ദൈവകരങ്ങളിലാണ്, ഒരു ഉപദ്രവവും അവരെ സ്പർശിക്കുകയില്ല, അവർ മരിച്ചതായി പോഷന്മാർ കരുതി. വിശുദ്ധ പത്രോസ് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന്. വത്സല സഹോദരരെ, നീതിക്ക് വേണ്ടി കഷ്ടതകൾ സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. അക്കാലത്ത് ഈശോ ശിഷ്യന്മാരോട് അരുളിച്ചു, ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലുവാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട. ഇനി ഇതിൻ്റെ പിന്നിലുള്ള പ്രത്യേകത നമുക്ക് ഓരോരുത്തർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളിവിടെ ഈ കുർബാനയിൽ വന്നിരിക്കുന്നത്. വിശുദ്ധ സെബസ്ത്യാനോസ്
വിശുദ്ധ സെബസ്ത്യാനോസ് 3-ാമത്തെ നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. നമുക്കറിയാം, ഫ്രാൻസിലെ ദർബാനയിൽ ജനിച്ച് മിലാനിൽ വളർന്ന് അവിടുത്തെ ഡയക്ലീഷ്യൻ ചക്രവർത്തിയുടെ ഒരു സോൾജിയറായിട്ട് ജീവിച്ച വ്യക്തി. ഏറ്റവും പ്രബലനായിട്ടുള്ള സോൾജിയേഴ്സുകളാണ്. അവിടുത്തെ ഡയക്ലീഷ്യസ് ചക്രവർത്തിയുടെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള ഒരു സോൾജിയറിൽ ഏറ്റവും പ്രധാനിയായിട്ടുള്ള വ്യക്തിയാണ് സെബസ്ത്യാനോസ്, അല്ലെങ്കിൽ സെലസ്റ്റിൻ എന്നൊക്കെ പറയുന്ന വ്യക്തി. സഹോദരന്മാരെ, വിശുദ്ധരാൽ സമ്പന്നമായ തിരുസഭയെ ശക്തിപ്പെടുത്താനും വിശുദ്ധ ജീവിതത്തിലേക്കുള്ള നമ്മുടെ വിളിക്ക് പ്രചോദനമേകുവാനും വിശുദ്ധരുടെ മാതൃക നമുക്ക് സഹായമാകട്ടെ. ഏറ്റവും തീക്ഷ്ണമായി പരിശുദ്ധാത്മാവിൻ്റെ നിരന്തര സഹവാസം നമ്മോടൊത്തുണ്ടാകുവാൻ നമുക്ക് ഒത്തുചേർന്ന് പ്രാർത്ഥിക്കാം. പ്രത്യുത്തരമായി വിശുദ്ധരിൽ സംപ്രീതനായ ദൈവമേ, ഞങ്ങളുടെ യാചനകൾ സദയം സ്വീകരിക്കണമേ എന്നേറ്റു ചൊല്ലാം. ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. കർത്താവിന്റെ സമാധാനം എപ്പോഴും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. നമുക്ക് ഏറ്റവും സന്തോഷിച്ച മുഖത്തോടും മനസ്സോടും കൂടി പരസ്പരം സമാധാനം ആശംസിക്കാം. വിശുദ്ധന്റെ മാതൃസഭയാൽ ഇപ്പോഴുള്ള തിന്മകളിൽ നിന്ന് മോചിതരാകുകയും വിശുദ്ധമായ ജീവിത മാതൃകയാൽ എപ്പോഴും ഈ ജീവിതം ജീവിച്ചു തീർക്കുവാൻ നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. വിശുദ്ധ സഭ നിത്യമായ സമാധാനത്തിൽ സന്തോഷിക്കുമ്പോൾ തന്റെ മക്കളായ നിങ്ങളെ സ്വർഗീയ പൗരന്മാരായി തീർക്കുവാൻ ഈ വിശുദ്ധന്റെ മാധ്യസ്ഥം നിങ്ങൾക്ക് എന്നും തുണയായി ഭവിക്കുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളിൽ വന്നണഞ്ഞ് എന്നും നിലനിൽക്കുകയും ചെയ്യുമാറാകട്ടെ. ദിവ്യപൂജ സമാപിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി